പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എല്ലാവരുമൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീട്ടുവളപ്പിൽ ഒരു അടുക്കളത്തോട്ടം എല്ലാവരും ഉണ്ടാക്കിയെടുക്കണം. സഹോദരിമാരൊക്കെ വെറുതെ ഇരുന്ന് സമയം കളയാതെ അതിലേക്കുള്ള ശ്രദ്ധയൊക്കെ ചെലുത്തണം. കാരണം സ്കൂളിൽ വിട്ട് പിന്നെ കുട്ടികൾ വരുന്നിടം വരെ അവർ രാവിലെ ഉണ്ടാക്കിയാൽ അവർ വരുന്നിടം വരെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. അന്നേരം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. വെയിലൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ കൃഷിസ്ഥലത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കുറച്ചുള്ളെങ്കിലും അത് നമുക്ക് നോക്കുകയും വളമിടുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ അതിനൊക്കെ നമുക്ക് വേണ്ടുന്നത് എന്താ, ഒരു മനസ്സ് വേണം. മനസ്സുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും. നമുക്കില്ലാത്ത ഇത് മാത്രമാണ് മനസ്സ്. വെറുതെ ഇരുന്നാലും അലസമായിട്ടിരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക. മനസ്സിൽ ഒരടുക്കും ചിട്ടയും നല്ല പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാനും അത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാനും സാധിക്കും. കുറച്ച് വിത്തുകളൊക്കെ എവിടുന്നെങ്കിലും വാങ്ങിച്ചാൽ നഴ്സറി ചെന്ന് കുറച്ച് തൈകളൊക്കെ വാങ്ങിച്ച് അതൊക്കെ വേണ്ടുന്ന സമയത്ത് നമ്മൾ നട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു പച്ചക്കറികളൊക്കെ അതിൽ നിന്ന് പറിച്ചെടുക്കാം. ഇഷ്ടമുള്ള ഏത് ഐറ്റമാണെന്ന് വെച്ചാൽ നമുക്കങ്ങനെ പറിച്ച് നട്ട് നനച്ച് പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ അലക്ഷ്യമായിട്ട് പലവിധ കാര്യങ്ങളിൽ മുഴുകിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ദിവസമേ നമ്മുടെ നശിച്ചു പോകും. അപ്പോൾ ഒരു ദിവസം പ്രഭാതത്തിൽ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്കൊരു മനസ്സിലൊരു കണക്കൂട്ടൽ വേണം. ഇപ്പം രാവിലെ നമ്മൾ ഉറക്കം ഉണർന്ന് ചാടി എഴുന്നേൽക്കുകയല്ല ചെയ്യേണ്ടത്. ബെഡ് കിടക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സ് റിലാക്സ് ആക്കുക. അന്നത്തെ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലൊന്ന് കണക്ക് കൂട്ടുക. അതിന് മുമ്പായിട്ട് ദൈവത്തോട് നമ്മൾ ആ ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നത്തെ ഈ ദിവസം ഞാൻ ഉണർന്നു കഴിഞ്ഞാൽ എനിക്ക് ആരോഗ്യവും സന്തോഷവും നൽകുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്ക് വന്നു ചേരണേ എന്ന് ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിൽ വേണം നമ്മുടെ ഒരു ദിവസം തുടങ്ങാൻ തന്നെ. അപ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. നമ്മൾ പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇന്നല്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചിന്തിക്കേണ്ട, തലേ ദിവസമേ നമ്മൾ ചിന്തിക്കണം. നാളെ എന്തൊക്കെ ഫുഡ് വെക്കണം, അല്ലെ എന്തൊക്കെ നമ്മൾ എടുക്കണം, തുണി വാഷ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും എവിടെയെങ്കിലും പോകണോ, അതൊക്കെ നമ്മൾ ആ ടൈം മാനേജ് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ കണക്ക് കൂട്ടി വെക്കണം. എന്നിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. വീട്ടിലിരിക്കുന്ന സ്ത്രീജനങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ജോലിയുള്ളവർക്ക് അങ്ങനെ പറ്റത്തില്ല. അവർ പ്ലാൻ ചെയ്യേണ്ട അവരുടെ ഒഴിവു സമയം എങ്ങനെ അവർ വിനിയോഗിക്കണമെന്നുള്ള കാര്യമാണ് അവർ പ്ലാൻ ചെയ്യേണ്ടത്. ഇപ്പം നേരത്തെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ രാവിലെ പോകുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ച് നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്കിതെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും. അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. എല്ലാ കാര്യത്തിനും പ്ലാനിങ് ഉണ്ട്. A to Z വലിയ കമ്പനിക്കാർ വരെ എല്ലാം പ്ലാൻ ചെയ്തായിരിക്കും. 1 ഇയർ പ്ലാനുണ്ട്, 5 ഇയർ പ്ലാനുണ്ട്, അല്ലെ 1 മന്ത് പ്ലാനുണ്ട്, 1 വീക്ക് പ്ലാനുണ്ട്. അങ്ങനെ ഓരോ രീതിയില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ അടുക്കും ചുറ്റോടും കൂടി ആദ്യം അത് അവിടെ വേണം രൂപകൽപ്പന ചെയ്യാൻ. നമ്മുടെ മനസ്സിൽ ചെയ്തിട്ട് വേണം എനിക്കിന്നെ നടപ്പാക്കണം, എനിക്കൊരു 10 വെറൈറ്റി പച്ചക്കറി തൈകൾ നടണം, അല്ലെങ്കിൽ എനിക്കൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കണം, നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യണം. ഇപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ഒരു 30 വയസ്സിന് താഴെയുള്ള ആൾക്കാർ, അതായത് ഒരു 20നും 30നും ഇടയിലുള്ള ആൾക്കാരൊക്കെ കൃഷി ചെയ്യുന്നവരും ഉണ്ട്. അതുപോലെ പൂന്തോട്ടം ഉണ്ടാക്കാനും ഒക്കെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ, ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അവരത് മാനേജ് ചെയ്യാൻ എല്ലാ കുട്ടികൾക്കും അറിയാം. പഴയ കാലത്ത് പഠിത്തം ജോലി. ഇപ്പോൾ അതല്ല. ഇപ്പോൾ എല്ലാത്തിലും എല്ലാവരും പിന്നെ എൻഗേജ്ഡ് ആയിരിക്കുന്ന ഒരു ടൈമാണ്. അവർക്കെല്ലാം പറ്റും. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളൊന്നും ഒന്നിനെയും മാറ്റി നിർത്താൻ ഒക്കത്തില്ല. എല്ലാവരും എല്ലാം ചെയ്യും. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും, ജോലി എടുക്കുകയും ചെയ്യും, ജോലി സമ്പാദിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്യും. ഇച്ചിരി മുതിർന്നതിന് ശേഷമാണ് പിന്നെ ഇതിനൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികളെയൊക്കെ സ്കൂളിലാക്കിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ പച്ചക്കറി തോട്ടങ്ങളൊക്കെ നോക്കാനും അല്ല ഗാർഡൻ നോക്കാനും ഒക്കെ പറ്റും. ഗാർഡൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. പൂക്കളും ഒക്കെ എവിടെ നിന്നും വാങ്ങിക്കും. പക്ഷെ പച്ചക്കറി ഇപ്പോഴും നടാനും അത് പറിച്ചെടുക്കാനും പലർക്കും മടിയായി. കാരണം വെച്ചാൽ വിഷം മേടിച്ച് കഴിക്കാമെന്നുള്ള ചിന്തയായിരിക്കും. നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മൾ ഈ വിഷം മേടിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഒരു പഴവർഗ്ഗമൊക്കെ പുറത്തുനിന്ന് മേടിച്ച് കഴിഞ്ഞാൽ എത്ര നേരം മണിക്കൂറുകളോളം വെള്ളത്തിലിട്ടാൽ പോലും ഈ മുന്തിരിയുടെ പുറത്ത് ഒന്നും പോകത്തില്ല. ഞാൻ വർഷങ്ങളായി മുന്തിരിയൊക്കെ കഴിച്ചിട്ടാണ്. കാരണം എല്ലാം കെമിക്കൽ ഇങ്ങനെ മുക്കി ഇങ്ങോട്ട് എടുക്കുന്നതാണ്. ആപ്പിൾ ഇതെല്ലാം വിഷമയമാണ്. അതിനേക്കാളും വില കുറഞ്ഞ നല്ല നല്ല പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉണ്ട്. പപ്പായ, വാഴപ്പഴം, ഏതെല്ലാം ഇതിലുള്ള വാഴപ്പഴമുണ്ട്. ഇതൊക്കെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ കൃഷിയെ സ്നേഹിക്കണം.
നല്ല മനസ്സിനുടമസ്ഥരാകണം. എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കണം. നമുക്ക് സമയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനൊക്കത്തില്ല. അപ്പോൾ ഒരു ദിവസം ഈ 12 മണിക്കൂർ എന്നുള്ളത് നമുക്ക് പ്രാധാന്യമാണ്. കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം. ഓരോ കാര്യങ്ങളും അടുക്കും ചിട്ടയോടും കൂടി ജീവിച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം നടപ്പിലാക്കും. ഈ അടുക്കള കൈകാര്യം ചെയ്യുന്ന നമ്മളല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിവിടെ മാനേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കുറച്ച് സമയം കൃഷിക്കാര്യങ്ങൾ കൂടെ മാറ്റി വയ്ക്കുക. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ കമൻ്റ് ഇടണം. എല്ലാവരും കൃഷിയിലേക്ക് തിരിയണം അല്ലേ. ഇപ്പം തന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ട് കഞ്ഞിക്കുഴിയിൽ പൂന്തോട്ടം 2.5 ഏക്കറോളം പൂന്തോട്ടമാണ്. അപ്പോൾ എന്തുമാത്രം നമ്മൾ പര്യാപ്തരായി. നമുക്കത്രയും പൂക്കൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട. നമ്മുടെ നാട്ടിലുള്ളവർക്ക് തന്നെ കുറഞ്ഞ വിലയിൽ നല്ല ഫ്രഷായ പൂക്കൾ എത്തിച്ചു കൊടുക്കും അവർ. അങ്ങനെ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഒത്തിരി ആൾക്കാർ നല്ല രീതിയിൽ ഏക്കർ കണക്കിന് കൃഷി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. കൃഷി ചെയ്താരും നശിച്ചു പോകത്തില്ല. പിന്നെ നെൽകൃഷിയൊക്കെ കുറേയൊക്കെ പരാജയമാണ്. അല്ലാതുള്ള പച്ചക്കറി കൃഷിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇപ്പം പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൃഷിയെ സ്നേഹിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക, സമയബന്ധിതമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുക. ഓക്കെ.